നമസ്കാരം. പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ പാകിസ്ഥാൻ സർക്കാർ നടപടികളെടുക്കുന്നതുവരെ പാകിസ്ഥാനുള്ള സഹായങ്ങളും വായ്പകളും മരവിപ്പിക്കണമെന്ന് ഇന്ത്യ തുടരെ ആവശ്യപ്പെടുമ്പോഴും IMF-ഉം ലോകബാങ്കും ഉൾപ്പെടെയുള്ള ആഗോള ധനകാര്യ സ്ഥാപനങ്ങൾ പാകിസ്ഥാന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഒഴുക്കുന്നത്. ഭീകരവാദ രാഷ്ട്രമായ പാകിസ്ഥാന് IMF-ന് പുറമെ പണം നൽകുകയാണ് വേൾഡ് ബാങ്ക്. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ തീവ്രവാദ ആക്രമണം നടത്തി കേവലം ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഈ പ്രത്യക്ഷ ധനസഹായം നൽകുന്നത്. $40 ബില്യൺ പാകിസ്ഥാന് വേൾഡ് ബാങ്ക് നൽകുന്നത്. 10 വർഷത്തേക്കാണ് ഈ തുക നൽകിയ കാലാവധി. ദ ന്യൂ കൺട്രി പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്ക് അഥവാ CPF പ്രകാരം പാകിസ്ഥാന് $40 ബില്യൺ ദീർഘകാല സാമ്പത്തിക സഹായ പാക്കേജ് ലോകബാങ്ക് നൽകുന്നു. ഇതിനൊപ്പം പദ്ധതി നടപ്പിലാക്കൽ കാലാവധി 5 വർഷത്തിൽ നിന്നും 10 വർഷമായി, അതായത് 2026 മുതൽ 2035 വരെ. സാമ്പത്തിക അസ്ഥിരതയും ദീർഘകാല ഭരണപരാജയങ്ങളുമൊപ്പം തീവ്രവാദ പ്രവർത്തനങ്ങളും നിരന്തരം നടത്തുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നിയന്ത്രിക്കാൻ പാകിസ്ഥാന് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് നിർത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്ന സമയത്താണ് പാകിസ്ഥാന് സമ്പൂർണ്ണ പിന്തുണ നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസികളുടെ തനി സ്വഭാവം പുറത്തുവരുന്നത്. പൊതുസേവനങ്ങൾ ശക്തിപ്പെടുത്തുക, സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക, വിദ്യാഭ്യാസ, ആരോഗ്യ സംരക്ഷണം, ഊർജം, കാലാവസ്ഥ പ്രതിരോധം തുടങ്ങിയ മേഖലകളെ പിന്തുണയ്ക്കുക എന്നിവയാണ് CPF ലക്ഷ്യമിടുന്നതെന്ന് ഔദ്യോഗിക രേഖകൾ പറയുന്നു. ആദ്യഘട്ടത്തിൽ പൊതുമേഖലാ വായ്പകളിൽ $20 ബില്യൺ നൽകും. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കി അടുത്ത ഘട്ടമായി 20 ബില്യണും നൽകും. CPF എന്ന പദ്ധതി പാകിസ്ഥാന് വേണ്ടി മാത്രമായി നിർമ്മിക്കപ്പെട്ട ഒന്നാണ് എന്നിടത്താണ് എത്ര കണ്ട് ഈ അന്താരാഷ്ട്ര ഏജൻസികൾ പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. തീവ്രവാദം, ഫണ്ടുകളുടെ ദുരുപയോഗം എന്നിവ നടത്തുന്ന പാകിസ്ഥാൻ ഇതും ആർമിക്ക് അടിയറ വെക്കുകയും ഫലത്തിൽ ഇത് തീവ്രവാദ പാളയത്തിലേക്ക് എത്തുകയും ചെയ്യും. ഫണ്ട് ദുരുപയോഗം ചെയ്യുകയും തീവ്രവാദികൾക്ക് അഭയം നൽകുകയും ചെയ്ത പാകിസ്ഥാന്റെ ചരിത്രം ഉദ്ധരിച്ച് ഇന്ത്യ ശക്തമായ എതിർപ്പുകൾ ഉന്നയിച്ചിട്ടും IMF അടുത്തിടെ പാകിസ്ഥാന് $1 ബില്യൺ അനുവദിച്ചു. അന്താരാഷ്ട്ര വായ്പകളും ഗ്രാന്റുകളും പാകിസ്ഥാൻ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നതിനായി, പ്രത്യേകിച്ച് അതിർത്തി കടന്നുള്ള തീവ്രവാദം ഇന്ത്യക്ക് തലവേദനയാവുന്നതും തീവ്രവാദ ധനസഹായം തടയുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധകൾ പാലിക്കുന്നതിൽ പാകിസ്ഥാൻ ആവർത്തിച്ച് പരാജയപ്പെടുകയും ചെയ്തിട്ടും അന്താരാഷ്ട്ര ഏജൻസികൾ ഈ തീവ്രവാദത്തെ അതിരുകളില്ലാതെ പിന്തുണയ്ക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് IMF-നോടും മറ്റ് ആഗോള വായ്പാ ദാതാക്കളോടും അവരുടെ പിന്തുണ പുനഃപരിശോധിക്കാൻ പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. അത്തരം ഫണ്ടുകൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി വകമാറ്റപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് ഭരണ, സാമ്പത്തിക അച്ചടക്കം, സുതാര്യത എന്നിവയിൽ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് IMF പാകിസ്ഥാനോട് 11 കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലിനും ഭീകരവാദ ധനസഹായത്തിനുമുള്ള പാകിസ്ഥാന്റെ ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യത്തെ കണക്കിലാക്കി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ചരിത്രവുമുണ്ട്. എന്നാൽ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുന്നതിനും അഭയം നൽകുന്നതിനുമുള്ള ഒരു പ്രധാന കേന്ദ്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അതിർത്തികളുടെ ദുർബലമായ നിയന്ത്രണം, മയക്കുമരുന്ന് കടത്ത്, കള്ളക്കടത്ത്, ജനങ്ങൾക്ക് ദുസ്സഹമായ പണപ്പെരുപ്പം, വിലക്കയറ്റം, തൊഴിൽ ദാരിദ്ര്യം തുടങ്ങിയവയൊക്കെ പാകിസ്ഥാനിലെ നിത്യസംഭവങ്ങളാണ്. IMF, ലോകബാങ്ക് വായ്പകൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സഹായം പാകിസ്ഥാൻ സൈനിക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി വഴിതിരിച്ചുവിട്ടതിന്റെ രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് ചരിത്രമുണ്ട്. പാകിസ്ഥാന് വലിയ തോതിലുള്ള അന്താരാഷ്ട്ര സഹായം ലഭിച്ച വർഷങ്ങളിൽ ആയുധ ഇറക്കുമതി വർദ്ധിച്ചതായും ഭീകരവാദ ധനസഹായ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായും ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. അന്താരാഷ്ട്ര വായ്പകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭീകര ഗ്രൂപ്പുകൾക്ക് നൽകുന്നത് പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസും സൈന്യവും ആവർത്തിച്ച് പങ്കാളികളായിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് പോലീസിലെയും സൈന്യത്തിലെയും ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ അടുത്തിടെ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. ബഹാവൽപൂരിലെ മുരിദ്കയിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തുവെന്ന് പ്രതിരോധ മന്ത്രാലയവും പറഞ്ഞിരുന്നു. പാക് പഞ്ചാബിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ, മേജർ ജനറൽ റാവു ഇമ്രാൻ, അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഖാൻ, പാകിസ്ഥാൻ പഞ്ചാബ് നിയമസഭാംഗം ഉസ്മാൻ അൻവർ, മാലിക് സുഹൈബ് അഹമ്മദ് എന്നിവരൊക്കെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ ആർമിയും തീവ്രവാദികളും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ?
പാകിസ്ഥാൻ മിലിറ്ററി സ്പോൺസർ ചെയ്യുന്നതാണ് അവിടുത്തെ ഭീകരവാദം എന്ന് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണിത്. ഈ ഫലപ്രദമായ ഓഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ പാകിസ്ഥാൻ ജനതയ്ക്ക് യാതൊരു തരത്തിലുള്ള പുരോഗതിയും നൽകുന്നില്ല. പലപ്പോഴും വികസനത്തിനായി നൽകിയിട്ടുള്ള അന്താരാഷ്ട്ര വായ്പകളും ഗ്രാന്റുകളും ദുരുപയോഗം ചെയ്തുകൊണ്ട് മതിയായ ഓഡിറ്റിംഗ് ഇല്ലാതെ നൽകുന്ന പണം ചെന്നെത്തുന്നത് ഇന്ത്യക്കെതിരെയാണെന്ന് ഫലത്തിൽ പറയാൻ സാധിക്കും. പാകിസ്ഥാന്റെ സമ്മതത്തോടെ പഹൽഗാമിൽ 26 പേരെ കോൾ ബ്ലഡ് മർഡർ നടത്തിയിട്ടും അതൊന്നും പരിഗണിക്കാത്ത IMF-ഉം വേൾഡ് ബാങ്കും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളെ തുറന്നു കാട്ടേണ്ടതുണ്ട്. അബോത്താബാദിൽ ഒസാമ ബിൻ ലാദന്റെ സാന്നിധ്യം മുതൽ കശ്മീരിൽ പ്രോക്സി ഗ്രൂപ്പുകളുടെ തുടർച്ചയായ ഭീകരാക്രമണം വരെയുള്ള തെളിവുകൾ ഉണ്ടായിട്ടും പാൻ ഇസ്ലാമിസത്തിന് കുടപിടിക്കുകയാണ് ഈ ഏജൻസികൾ. IMF-ഉം ലോകബാങ്കും ഉൾപ്പെടെയുള്ള ആഗോള ധനകാര്യ സ്ഥാപനങ്ങൾ പാകിസ്ഥാന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് നൽകുന്നത്. 2001 പാർലമെന്റ് ആക്രമണം, മുംബൈ ഭീകരാക്രമണം, ഇപ്പോൾ പഹൽഗാം ആക്രമണം, അങ്ങനെ ഇന്ത്യൻ മണ്ണിലെ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ചുള്ള രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ, നേരിട്ടുള്ള വിവരണങ്ങളൊക്കെ ഇന്ത്യ ആവർത്തിച്ച് നൽകുന്നുണ്ട്. ലോകം പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് തുറന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ഈ ചെയ്തികളെ നിർത്തേണ്ട സമയവുമാണിത്. പാകിസ്ഥാന് പണം നൽകുക എന്നാൽ തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം. ഭീകരവാദത്തെ ഉപാധികളില്ലാതെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നത് ദക്ഷിണേഷ്യയിലെ അസ്ഥിരതയ്ക്ക് ധനസഹായം നൽകുന്നതിന് തുല്യമാണ്. പാകിസ്ഥാനിലെ അടിസ്ഥാന വർഗ ജനത ഏറ്റവും ഭീകരമായ ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലുമാണ് കടന്നു പോകുന്നത്. അവർക്ക് പണം നൽകരുതെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ അഴിമതി നിറഞ്ഞ മിലിറ്ററി ഭരണം ഫണ്ടുകൾ വാങ്ങുകയും എത്തിക്കുകയും ചെയ്യുന്നത് ഭീകര ക്യാമ്പുകളിലേക്കാണ്. ഇത് തടഞ്ഞില്ലെങ്കിൽ ലോകത്തിന് തന്നെ പാകിസ്ഥാൻ ഭീഷണിയായി മാറും.